ഹലോ ഗായ്സ്, വെൽക്കം ടു ആർ കെ ടോക്സ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. നമ്മുടെ സീരീസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ ബേസിക്കലി ഒരു സീരീസ് ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഏകദേശം ആദ്യം 2024 ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർലി സോൾവ് ചെയ്ത് കണക്റ്റഡ് ഫാക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2023 സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് 2022 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത, മിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മേ ബി ആദ്യമായിട്ട് കാണുമ്പോൾ തോന്നാം. ചില ക്വസ്റ്റ്യൻസ് ആക്ച്വൽ ഡേറ്റാസും ഉണ്ട്, അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. ബട്ട് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരിക്കും, അടുത്തത് ഈസി ആയിരിക്കും. ഏകദേശം ഒരു 2015 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഉറപ്പ് ഞാൻ തരാം. സോ ബേസിക്കലി ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ കഴിഞ്ഞ 4-3 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് എല്ലാവർക്കും അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ക്ലിയർലി എന്ത് ചെയ്യുക, ഇത് യൂസ്ഫുൾ ആയിട്ട്, ഈ റിസോഴ്സ് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഷോർട്ട് വി സ്റ്റാർട്ട്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വി അഡോപ്റ്റഡ് എ പാർലമെന്ററി ഡെമോക്രസി ബേസ്ഡ് ഓൺ ദ ബ്രിട്ടീഷ് മോഡൽ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മളൊരു പാർലമെന്ററി ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ എന്താണ്, ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് പാർലമെന്ററി ഡെമോക്രസിയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് നമ്മുടെ മോഡൽ ഡിഫർ ചെയ്യുന്നത്? അതായത് ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ്, നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിലും എന്തുകൊണ്ട് അവരിൽ നിന്ന് നമുക്കുള്ള മാറ്റം എന്താണ്, നമുക്ക് നോക്കാം. ഒന്നാമെന്താണ്, ആസ് റിഗാർഡ്സ് ലെജിസ്ലേഷൻ ബ്രിട്ടീഷ് പാർലമെന്റ് ഇസ് സുപ്രീം ഓർ സോവറൈൻ ബട്ട് ഇന്ത്യ ദ പാർലമെന്റ് ഇസ് ലിമിറ്റഡ് ടു ലെജിസ്ലേറ്റ്. ഇത് ശരിയോ തെറ്റോ? ശരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, സൈഡിൽ സി എന്ന് എഴുതും, തെറ്റാണെങ്കിൽ ഐ എന്ന് എഴുതും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയി കണ്ടുപിടിക്കാം. രണ്ടാമത്, in India matters related to the constitutionality of the amendment of the act of the parliament are referred to the constitution bench of the supreme. എന്ത് ശരിയല്ലേ, സുപ്രീം കോടതി. അപ്പോൾ രണ്ടും ശരിയാണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ജുഡീഷ്യറി അല്ല, പാർലമെന്റിനാണ് അധികാരം. അതായത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക്, ആസ്പിറൻസിന് ക്ലിയർലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിപ്പിച്ചപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഹോൾമയുടെ ഒരു വാക്കുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ഇംഗ്ലണ്ടിൽ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ആടിനെ പട്ടിയാക്കാൻ പറ്റില്ല, പട്ടിയെ ആടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി ഒഴിച്ച് ബാക്കി എന്ത് വർക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഐഡിയോളജിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു കാരണം അവർക്ക് എന്തും ചെയ്യാം. കാരണം എന്താണ്, പാർലമെന്റ് സുപ്രീമാണ്, പാർലമെന്റ് അത്രയ്ക്ക് അധികാരമുണ്ട്. സോ പാർലമെന്റ് ഹാസ് സച്ച് എ ലിമിറ്റഡ് പവർ. ആ ലിമിറ്റഡ് പവർ അല്ല, അൺലിമിറ്റഡ് പവർ ഉണ്ട്. അൺലിമിറ്റഡ് പവർ ഉള്ളത് കൊണ്ട് എന്ത് പറ്റുന്നു, അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റ് ഡെമോക്രസി എടുത്തു, ശരി, സമ്മതിച്ചു. പക്ഷെ നമ്മൾ അവരെ പോലെ അല്ല. നമ്മുടെ പാർലമെന്റിൽ എന്തുണ്ട്, ഒരു ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്. ലെജിസ്ലേറ്റീവ് ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു, ലെജിസ്ലേറ്റീവ് ഒരു ലോ ഉണ്ടാക്കും. ആ ലെജിസ്ലേറ്റീവിന്റെ ലോനെ എന്ത് ചെയ്യുന്നു, ചെക്സ് ആൻഡ് ബാലൻസ് എന്ന രീതിയിൽ എക്സിക്യൂട്ടീവ് ഉണ്ട് അവിടെ നോക്കാൻ. ഇനി എക്സിക്യൂട്ടീവ് നിയമം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവിന്റെ നിയമം കൃത്യമാണോ കാര്യമാണോ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാൻ എന്തുണ്ട്, അവിടെ ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ പ്രോപ്പർ ചെക്സ് ആൻഡ് ബാലൻസസ് ടു അവോയ്ഡ് ആൻ അൺകൺട്രോൾഡ് ആൻഡ് അൺഗൈഡഡ് പവർ ഗിവൺ ടു ദ ലെജിസ്ലേച്ചർ. അല്ലെങ്കിൽ ഒരു പാർലമെന്റിന് അത്ര അൺഗൈഡഡ് പവർ കൊടുക്കാൻ പാടില്ലെന്ന രീതിയിൽ, അത് ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് അമെൻമെന്റ് ആക്ട്. അതായത് പാർലമെന്റ് ഒരു ആക്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഫോർ ഏതെങ്കിലും രീതിയിലൊരു നിയമം ഏതെങ്കിലും രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ട് വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നിയമവും കാര്യങ്ങളും ഇന്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യണം. ഈ ബെഞ്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താ ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ രണ്ടും എന്താണ് ശരി, നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിസം ഉണ്ടല്ലോ, ബേസിക്കലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാവാന്നുള്ളേ ഉള്ളൂ. ഒന്നാമത്തെ വായിക്കാൻ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പിന്നെയും പറഞ്ഞു അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാം, റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാൽ. അതായത് റൈറ്റ് ടു പ്രൈവസി, ഞാൻ പറഞ്ഞ റൈറ്റ് ടു പ്രൈവസി ഏത് ജഡ്ജ്മെന്റ് ആണ്, കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ കേസ്. ഒരു 9 ജഡ്ജ് ബെഞ്ചാണത്. ഒരു 9 ജഡ്ജ് ബെഞ്ചിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായിരുന്നു അന്ന് ഫോം ചെയ്തത്. അന്ന് ആ ഒരു കെ എസ് പുട്ടുസ്വാമി ജഡ്ജ്മെന്റിലൂടെ പറഞ്ഞതാണ് എന്ത്, റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് വിച്ച് കംസ് അണ്ടർ ആർട്ടിക്കിൾ 21. അപ്പോൾ നമ്മുടെ ഉത്തരം അത് 21 വരും. 21 അണ്ടറിൽ വരുന്ന വൺ ഓഫ്, അതായത് ജസ്റ്റ് പേഴ്സണൽ ഓട്ടോണോമിയാണ് വരുന്നത്. അതായത് എനിക്കുള്ള എൻ്റെ പേഴ്സണൽ ഓട്ടോണോമി, ഐ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് മൈ ഓൺ ഡിസിഷൻസ്, ഐ ഹാവ് ദ റൈറ്റ് ടു കൺസ്യൂം. എന്ത് കഴിക്കണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ പേഴ്സണൽ ഓട്ടോണോമി ഡിസിഷൻസ് ആണ്. എൻ്റെ ബോഡിയിൽ ഇൻറ്റഗ്രിറ്റി,
അത് ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട് എന്ന് ക്ലിയർമായ ഡിഗ്നിറ്റി ഉണ്ടെന്ന് ക്ലിയർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം റൈറ്റ് ടു പ്രൈവസിക്ക് അകത്ത് വരും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ പോസ്റ്റ്, അത് നിങ്ങൾ റൈറ്റ് ടു പ്രൈവസിയാണ്. അതാരും ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് എ പോലീസ് ഓഫീസർ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ഫ്രം അതേഴ്സ്. അത് ഏത് രീതിയിലായിരുന്നു, വേറെ രീതിയിൽ വരും, പ്രിവെൻറ്റും വേറെ കാര്യങ്ങൾ, കേസും കാര്യങ്ങളൊന്നും. പക്ഷേ ഞാൻ പറഞ്ഞ നോർമൽ കേസിൽ, ഓർഡിനറി കേസിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, റൈറ്റ് ടു പ്രൈവസി ഒക്കെ നമ്മൾ പഠിക്കുക. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻ നോക്കാം. 15 ഏതാണ് വരുന്നത്? ബേസിക്കലി നമുക്കറിയാം 15 എന്താ, ആർട്ടിക്കിൾ 15 ഏതിൽ വരും? ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18 വരെ വരുന്നതാണ് എന്ത്? റൈറ്റ് ടു ഇക്വാളിറ്റി. ഇക്വാളിറ്റിക്ക് അകത്ത് വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 15. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ദ കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ, റേസ്. ഇത് മുമ്പ് ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. 1 2 3 4 5 ഓൺ ഹൗ മെനി ഗ്രൗണ്ട്സ്, എത്ര ഗ്രൗണ്ട്സിലാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ടു പ്രൈവസി, അല്ല എത്ര ഗ്രൗണ്ട്സിലാണ് ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ പാടില്ല, സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എത്ര ഗ്രൗണ്ട്സ് ആണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 19 നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 29 വി ഹാവ് ദ മൈനോറിറ്റി റൈറ്റ്സ്. മൈനോറിറ്റി റൈറ്റ്സ് ആണ് ഈ പറഞ്ഞ 29 വരുന്നത്. സോ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ എ ലെജിസ്ലേഷൻ വിച്ച് കൺഫേഴ്സ് ഓൺ ദ എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അൺഗൈഡഡ് അൺകൺട്രോൾഡ് പവർ കൊടുക്കുകയാണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഏതൊരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി നിങ്ങൾ എടുത്തോ, അതിന് അൺഗൈഡഡ് ആയിട്ട് അൺകൺട്രോൾഡ് പവർ കൊടുക്കുകയാണ്. ഈ പവർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ നിയമം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഏതൊരു ആർട്ടിക്കിളാണ് അവിടെ വൈലേറ്റ് ചെയ്യപ്പെടാവുന്നത്? ബേസിക്കലി നമുക്ക് എന്ത് പറയാം, ഇത് മേ ബി ഡൈസ് റൂൾ ഓഫ് ലോ അനുസരിച്ച് ആർട്ടിക്കിൾ 14. നമുക്ക് 28 വൈലേറ്റ് ആവും? ഇല്ല. 28 എന്താണ് പറയുന്നത്? ഏതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും പരിപാടി നടത്തിയെന്ന് വെച്ചോ, അവരുടെ മതപരമായിട്ടുള്ള പരിപാടി നടത്തി അതിൽ അറ്റൻഡ് ചെയ്യണോ വേണ്ട തീരുമാനം ഞാനാണ്. എൻ്റെ പേഴ്സണൽ ഓട്ടോണോമിയാണ്. അതെനിക്ക് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 28 തരുന്ന അവകാശമാണ്. അതായത് അതിൽ അവകാശം, അതായത് മീൻസ് എനിക്കതിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിക്കേണ്ട അവകാശമാണ് അത്. ആർട്ടിക്കിൾ 32 ഈസി, ബിക്കോസ് ഇറ്റ്സ് എ റെമഡിയൽ റൈറ്റ്. റെമഡിയൽ റൈറ്റ് കമ്മിങ്സ് അണ്ടർ ആർട്ടിക്കിൾ, അതായത് എൻ്റെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് വൈലേറ്റ് ചെയ്യപ്പെട്ട എനിക്ക് സുപ്രീം കോർട്ടിൽ പോകും 32. പിന്നെ 226 എനിക്ക് അവിടെ പോകാം, ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. ഹൈക്കോർട്ടിനെ എനിക്ക് അപ്രോച്ച് ചെയ്യാം. ഡിയർ ഹൈക്കോർട്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ത് ചെയ്തു, 19 ഫണ്ടമെന്റൽ റൈറ്റ് വൈലേറ്റ് ചെയ്യപ്പെട്ടു. ദെൻ ഐ കൻ ഡയറക്ട്ലി കൊടുത്ത് ഹൈക്കോർട്ടോ സുപ്രീം കോർട്ട് അല്ലേ. 44 നിങ്ങൾക്കറിയാം. 44 എന്ത് വരും? 44 യൂണിഫോം സിവിൽ കോഡാണ്, UCC. റീസെന്റ് UCC ഇംപ്ലിമെന്റ് ചെയ്ത സ്ഥലമുണ്ട്, എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. UCC യൂണിഫോം സിവിൽ കോഡാണ്. സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു ഗിവ് ഓൾ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ്. അതായത് ഒരു മതം എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിന്ദു മാരേജ് ലോ, അങ്ങനെ പല രീതിയിൽ പല മതം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പലർക്കും പല മതങ്ങളുണ്ട്. അതെല്ലാം കൂടെ കോഡിഫൈ ചെയ്ത് ഒറ്റ മതം എന്നാണ് 24. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോവയിലുണ്ട്, പിന്നെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ബേസിക്കലി ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ലെജിസ്ലേഷൻ അൺകൺട്രോൾ പവർ കൊടുക്കുമ്പോൾ വൈലേറ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ 14 ആണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 14 അത് കൃത്യം. ആർട്ടിക്കിൾ 14 എന്താ? റൈറ്റ് ടു ഇക്വാളിറ്റി. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ റൈറ്റ് ടു ഇക്വാളിറ്റി വിച്ച് ഈസ് പ്രിസ്ക്രൈബ് അണ്ടർ ദ റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് 2 കാര്യം നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ദി ലോ, ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇത് രണ്ടും 2 പോയിന്റാണ്. ഇത് നമ്മൾ കൃത്യമായി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണുക, ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണതെന്ന്. ഓക്കെ, ഇതിന്റെ ക്ലാസ്സും കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സും കാര്യങ്ങൾ കണ്ടന്റ് ക്ലാസ് ഒരു സൈഡിൽ കൂടെ പോകും. നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പേഴ്സും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സിനെ ഒരു സൈഡിൽ കൂടെ തരും. നിങ്ങൾ അതിൽ കൂടെ പഠിച്ച് മാറും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ബേസിക്കലി ഭയങ്കര പാടാണ് ഈ ക്വസ്റ്റ്യൻ. പാട് മീൻസ് ഇത് ഒന്നാമത്തെ വായിച്ച ഞാൻ നോർമൽ ആസ്പിറൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാം പഠിച്ചിട്ട് പോയി ഇത് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ലീവിങ് ക്വസ്റ്റ്യൻ ആണ് അത്ര. കാരണം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ശരി ഇതാണ്. അതായത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ കമ്മിറ്റി. ഈ ബാക്കി വായിക്കണം, ബാക്കി വെച്ച് നിങ്ങൾ പിന്നെ തെറ്റ് വെറുതെ വായിക്കേണ്ട ആവശ്യമില്ല. അതായത് ഗോപാലസ്വാമി അയ്യങ്കാർ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഈ കമ്മിറ്റി ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ റീഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നത്. ദേ ആർ ബേസിക്കലി റീഓർഗനൈസേഷൻ ഓഫ് ദി മെഷീനറി. അതായത് DOPT കേട്ടിട്ടുണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്. അതില്ലേ, ആ DOPTയുടെ റീഓർഗനൈസേഷൻ വേണ്ടിയുള്ള കമ്മിറ്റി ഫോം ചെയ്ത് റെക്കമെൻഡേഷൻ കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗോപാലസ്വാമി അയ്യങ്കാർ. ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കമ്മിറ്റി ഇങ്ങനത്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, മനസ്സിലാക്കി വയ്ക്കുക. ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വായിച്ച 1970 in the Department of Personnel is constituted recommendation of Administrative Reforms Commission and this was based on the Prime Ministership of Charge. ഇതിൽ 2 ആണ് ആൻസർ. ഇത് വലിയ കാര്യങ്ങളൊന്നും ഇത് വായിച്ചെടുക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ട്. ഞാൻ മുമ്പ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ അത്ര അഡമൻ്റ് ആയിട്ടിരിക്കില്ല. ഇത് ഞാൻ ചെയ്തിട്ട് എവിടുന്ന് പോകുന്നു പറയാൻ അഡമൻ്റ് ആയിട്ടിരിക്കില്ല. നിങ്ങൾ കട്ട് ഓഫ് കിടക്കണം, അതിനുള്ള മാർക്ക് കണ്ടുപിടിക്കാതെയെന്ന്. എങ്ങനെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് അടക്കമുള്ള മാർക്ക് അധികം കിടപ്പുണ്ട്. പക്ഷെ ആ ഒരു ടെൻഷൻ സമയത്ത് ജസ്റ്റ് ഫോർ 2.5 hours ഇഫ് യു ആർ സിറ്റിംഗ് ദെയർ, നമ്മൾ നെർവസ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ വി കുഡ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ആൻ ആൻസർ ദെയർ. ആ ഒരു ഇത് ഫേസ് ചെയ്ത് എല്ലാവർക്കും അറിയാം. എല്ലാ
നമ്മൾ എല്ലാവരും പറയും പോലെ ഇതിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വെളിയിൽ നിന്ന് നോക്കിയിട്ട് പറയുമ്പോൾ ഇത് എളുപ്പമായിരുന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അകത്ത് 2 മണിക്കൂർ എഴുതുന്നതിൻ്റെ അവസ്ഥ അവന് മാത്രമേ അറിയാവൂ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങളൊക്കെ ടക്ക് നടക്കണമെന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യനാണ്. അതായത് ട്വിസ്റ്റിംഗ് ആണ്, ഇവിടെ വാക്ക് ട്വിസ്റ്റിംഗ് ആണ്. ജുഡീഷ്യൽ കസ്റ്റഡി, അതായത് 2 തരത്തിലുള്ള കസ്റ്റഡി ഉണ്ട്. എന്തുണ്ട്? ജുഡീഷ്യൽ കസ്റ്റഡി ഉണ്ട്, പോലീസ് കസ്റ്റഡി ഉണ്ട്. ഞാൻ നാളെ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ, എന്നെ നേരെ പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. അപ്പോൾ പറയും, മൈ ഡിയർ മജിസ്ട്രേറ്റ്, ഇവൻ എന്താ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവൻ എന്ത് ചെയ്യണമെന്ന് മജിസ്ട്രേറ്റ് പറയും. ഓക്കെ ശരി, ഇവനെ എന്ത് ചെയ്ത് ജയിലിൽ വിടും, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. ഇനി പോലീസിന് എന്നെ എന്ത് ചെയ്യും? ഇൻട്രോഗേറ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ച് പോലീസ് എന്ത് ചെയ്യും? നേരെ എന്നെ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഇൻട്രോഗേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എന്നെ എന്ത് എവിടെ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്ത് ചെയ്യും? അവരെന്നെ അവിടെ കൊണ്ടിരുത്തും. ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റിന്റെ കയ്യിലാണ്, നേരെ ജയിലിലോട്ടാണ് പോകുന്നത്. പോലീസിന്റെ കയ്യിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു പോകും. ജുഡീഷ്യൽ കസ്റ്റഡി മീൻസ് ദാറ്റ് an accused in the custody of the concerned magistrate. ഓക്കെ ശരി. സച്ച് അക്യൂസ് ഈസ് പോലീസ് സ്റ്റേഷനിലാണോ? അല്ല. പോലീസ് സ്റ്റേഷനിലാണോ അവരിക്കുക? അല്ല. ജയിലിൽ. അപ്പോൾ തെറ്റ്. പിന്നെ വായിക്കുന്നത് ജയിലിലാണെന്ന് ഉള്ളതാണെങ്കിൽ ശരിയായിരുന്നു. ഇത് ജയിലല്ല, പോലീസ് സ്റ്റേഷനിലാണോ? അല്ല. അപ്പോൾ തെറ്റ്. ഡ്യൂറിംഗ് ജുഡീഷ്യൽ കസ്റ്റഡി പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി കേസ് ഈസ് നോട്ട് അലൗഡ് ടു ഇൻട്രോഗേറ്റ് സസ്പെക്ട്. ശരിയല്ലേ? അതായത് ഒരു ജുഡീഷ്യൽ കസ്റ്റഡി ജയിലിലുള്ള ഒരു വ്യക്തിയെ പോലീസിന് ഇൻട്രോഗേറ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചെയ്യണമെങ്കിൽ he should have to take an approval from the permission. He should have to take an approval or permission from the higher authority, in the sense that he have to take an permission from the magistrate of the concerned state. ആ മജിസ്ട്രേറ്റിനെ എന്ത് ചെയ്യും? ആകുമ്പോൾ അവിടെ ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ നിന്ന് കൺസേൺ എടുക്കണം, നോട്ട് കൺസേൺ, കൺസെൻറ്റ് എടുക്കണം. കൺസെൻറ്റ് എടുത്താൽ മാത്രമേ കാര്യം നടക്കൂ. അപ്പോൾ ഇത് ശരിയല്ലേ? നമ്മൾ സി എഴുതൂല്ലേ? ഉത്തരം ടി, ഓൺലി 2. Okay, next question. At the national level, which ministry is the nodal agency to ensure effective implementation? Scheduled tribes and other forest developers act. അതായത് UPSC ഏറ്റവും പ്രത്യേകത ഈ പറഞ്ഞ ഷെഡ്യൂൾ ട്രൈബ്. നമ്മൾ കുറേ ക്വസ്റ്റൻസ് കണ്ടു, ഗവർണറുടെ കുറേ ക്വസ്റ്റൻ കണ്ടു, പ്രസിഡന്റ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഒരു ഷെഡ്യൂൾ ട്രൈബിനെ തീരുമാനിക്കുന്നതിനെ കണ്ടു. അപ്പോൾ ഷെഡ്യൂൾ ട്രൈബ് കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതായത് നിങ്ങൾ ഷെഡ്യൂൾ 5ഉം ഷെഡ്യൂൾ 6ഉം പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഡിഫറൻറ്റ് സ്പിയേഴ്സിൽ നിന്ന്, പല രീതിയിലും കോർണേഴ്സിൽ നിന്ന് ക്വസ്റ്റൻസ് വരാമെന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അനലൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ, യു വിൽ ഗെറ്റ് ദാറ്റ് ഐഡിയ. സോ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഇതൊന്നും വരില്ല, ലോജിക്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് റൈറ്റ്സ് ഐ തിങ്ക് അറൌണ്ട് 2019 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമെന്ന് മനസ്സിലായി. 2019 2020 സംതിങ്, എനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല. 2019 ഒരു ചോദ്യം എന്തായാലും ഫോറസ്റ്റ് റൈറ്റ് ആക്ടിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബ്രീഫ് എന്താണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് നോക്കാം. അതായത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഓഫ് ദി ഫോറസ്റ്റ് ലാൻഡ് ഒക്കുപേഷൻ ഓഫ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. റെക്കഗ്നിഷൻ ഓഫ് ദി ഫോറസ്റ്റ് റൈറ്റ്സ്, അതായത് ഫോറസ്റ്റിലും ഫോറസ്റ്റ് പ്രോഡക്ട്സിനും എതിരെ ആ ഒരു ട്രൈബൽ ഏരിയയിൽ ആൾക്കാർ കൊടുക്കുന്ന ഒരു അധികാരമാണ്. അതായത് ടൈറ്റിൽ റൈറ്റ്സ് ഉണ്ട്. ദർ ഈസ് ടൈറ്റിൽ റൈറ്റ്സ്, അതായത് ആ ഓണർഷിപ്പ് ആർക്കാണോ അവർക്കുള്ള ഓണർഷിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, അവർക്ക് ആ ഏരിയയിലെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസൊക്കെ ഹണി പോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. ഇനി ഏതെങ്കിലും ഇതിനുള്ള ഇലീഗൽ ഒക്യുപ്പേഷൻ എന്ന രീതിയിൽ ഗവൺമെൻറ് കാരണം എന്ത് ചെയ്യുന്നു, അവർക്ക് സ്ഥലവും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. ഏത് അണ്ടറിൽ? അണ്ടർ ദി ആക്ട് ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006 അണ്ടറിൽ എന്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ലൈഡ് കിട്ടാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ബേസിക്കലി അതാണ് ഈ ഫോറസ്റ്റ് റൈറ്റ്സ് 2002. ഞാൻ ഈ പറഞ്ഞ ടൈറ്റിൽ റൈറ്റ്സ് ഉണ്ട്, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ടുള്ള അധികാരമുണ്ട്, ഇലീഗലായിട്ട് ആൾക്കാർ റീഹാബിലിറ്റേറ്റ് ചെയ്യുമെന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് റിലേറ്റഡ് ടു ദ പരോൾ ആൻഡ് ഫർലൗ. അതായത് പരോളും ഫർലവും രണ്ടാണ്. ഫർലവ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം, ഒരു ജീവപര്യന്തമായിട്ട് ഒരാൾ എന്ത് ചെയ്യുകയാണ്, കിടക്കുകയാണ്. ജീവപര്യന്തം അവൻ എന്ത് ചെയ്യണം, അവന് എന്തെങ്കിലും തെറ്റും കുറ്റവും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവപര്യന്തം ലോങ് ടേം ഇംപ്രിസൺമെന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഈ റൈറ്റ് ടു ഗോ ഔട്ട് ഇൻ ദ സെൻസ് ദാറ്റ് പ്രിസണർ എന്ത് ചെയ്യുന്നു, വെളിയിലേക്ക് വിടുന്നു കുറച്ച് സമയത്തേക്കെങ്കിലും, അത് അയാളുടെ റൈറ്റ് ആണ്. സോ റൈറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദി ഫർലോ. ഫർലോ എന്താണ്, അവർക്ക് റൈറ്റ് ആണ്. കാരണം ഇത്രയും വർഷം അകത്ത് കിടക്കുമ്പോഴത്തേക്ക് ദേ ഷുഡ് ഹാവ് എ സോഷ്യൽ ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഫർലോ റൈറ്റ് ആയിട്ട് പറയുന്നു. സെന്റൻസ് കണ്ടിന്യൂ വിത്ത് ദ പീരീഡ് ഓഫ് ദി ഫർലോ, അതും അങ്ങനെ തന്നെ പോകും. ഗ്രാൻഡ് ബൈ ദി DH, അത് നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് ജയിലിലും കാര്യങ്ങളും പോകുമ്പോൾ നല്ല നടപ്പ് കാര്യങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന്റെ വ്യാപ്തി, അതായത് ചെയ്യുന്ന ഡിഗ്രി ഓഫ് ദി ഒരു മർഡർ, അങ്ങനെ ഡിഗ്രി ഓഫ് ദി ക്രൈം, ആ ക്രൈമിന്റെ ഡിഗ്രിയും കൂടെ നോക്കും. ചുമ്മാ ഇടയ്ക്ക് ഇവിടെയൊന്നുമില്ല, ഡിഗ്രി ഓഫ് ദി ക്രൈം ദാറ്റ് ഹി ഓർ ഷീ കമ്മിറ്റഡ്, അതനുസരിച്ച് ഫർലോ. പരോൾ റൈറ്റ് അല്ല. പരോൾ എന്ന് വെച്ചാൽ പരോളാണ് ബേസിക്കലി പറഞ്ഞ് കുറച്ച് കാലത്തേക്ക് കിടക്കുകയാണ്, ഷോർട്ട് ടേം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരെങ്കിലും മരിച്ചുപോയി, അല്ലെങ്കിൽ ആ കല്യാണോ റിലേറ്റീവ് കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെന്ന് വെച്ചു, അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഷോർട്ട് ടേമിൽ ഇംപ്രിസൺമെന്റ് ആൾക്കാർ എന്ത് ചെയ്യും, വിടും.
അതാണ് ഈ പറഞ്ഞ ഫർലോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കാം. When a prisoner makes out a sufficient case, okay, parole cannot be denied to such prisoner because he becomes, നമ്മൾ പഠിച്ചത് എന്താണ്, പരോൾ ആണ് ഇവിടുത്തെ റൈറ്റ് പരോൾ അല്ല, ഫർലോ ആണ് ഇവിടുത്തെ റൈറ്റ്. അപ്പോൾ ഇത് തെറ്റാ, നമ്മൾ എഴുതും. സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ഈ ചോദ്യം 2021 ചോദ്യമാണ്. ഇതിൽ തന്നെ പ്രിസൺസിനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ഒരു വ്യക്തി 2023 ഹോം ഗാർഡ്സിനെ കുറിച്ച് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ഹോം ഗാർഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചില്ലേ എന്താണ്, ഹോം ഗാർഡ്സ് ഈസ് കമ്മിങ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദേ ആർ കവേർഡ് അണ്ടർ ദി 1984 പ്രിസൺസ് ആക്ട് എന്ന്. അപ്പോൾ ഈ പ്രിസൺസ് ആക്ട് നമ്മൾ അവിടെ പഠിക്കുമായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ചില ചോദ്യങ്ങൾ ലക്കിന് കിട്ടാൻ, ചിലത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. ലക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ് ലക്കിനല്ല കിട്ടണം, കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച സമയങ്ങളുണ്ട്. തീംസ് സെയിം ആണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്. തീംസ് സെയിം ആണ്, ഈ തീംസ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊരിക്കലും നെഗ്ലക്ട് ചെയ്യില്ല. പിന്നെ 2, ഈ ഇത്രയും ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള ഐഡിയ കിട്ടൂ. കാരണം ഇത്രയും വാസ്റ്റ് പോലെ കടൽ പോലെ കുറേ കിടപ്പുണ്ട്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ആൾക്കാർ പറയുമ്പോൾ സൂര്യ താഴെ ഇത്രയും ബുക്ക് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു എക്സാം. ഇതും ജസ്റ്റ് ഒരു എക്സാമാണ്. അപ്പം അതിൻ്റെ ചോദ്യം മനസ്സിലാക്കി എവിടുന്ന് ചോദ്യം ചോദിക്കുന്ന ആ ഒരു ഏരിയ കൃത്യമായി പഠിച്ച് മാറും. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ബുക്കൊക്കെ എടുത്ത് വെറുതെ സമയം എടുത്ത് വായിക്കണം. കൃത്യമായിട്ടുള്ള ഐഡിയയും ചോദിക്കുന്ന ചോദ്യങ്ങളുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എങ്ങനെ ചോദിച്ചാൽ എഴുതാൻ പറ്റും. കുറേ ബുക്ക് എടുത്ത് വായിച്ചെന്ന് പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോൾ മോഡേൺ ഇന്ത്യ, മറ്റേ ഏൻഷ്യൻ ഇന്ത്യ, മിഡിൽ ഇന്ത്യയിലൊക്കെ രാവിലെയും രാത്രി ഉച്ചയ്ക്കും ഒക്കെ ഇരുന്ന് വായിക്കുവാണ്. വായിച്ചാൽ അതിന് ചോദ്യം ചോദിച്ചാൽ നാളെ പറയാം അവർ നാളെ പോലും ചോദ്യങ്ങൾ ചോദിക്കില്ല. അല്ല, കൃത്യമായി എവിടുന്ന് ചോദ്യം ചോദിക്കാനുള്ള ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് അറിയാം എവിടുന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ബുദ്ധിസത്തിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ജൈനസത്തിന് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ബുക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഐ തിങ്ക് വിജയനഗര എംപയർ എന്ന 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2023 എന്തോ വിജയനഗര എംപയറും ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക, അല്ല ചുമ്മാ വലിച്ചു വരി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നുള്ള സത്യം. അതുകൊണ്ടാണ് അവസാനം കുറേ ആൾക്കാർ കിട്ടിട്ട് പോകുന്നത്. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഒരു കാര്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഇന്ത്യൻ പൊളിറ്റിയിൽ ഏറ്റവും ഫെഡറൽ, അതായത് ഇന്ത്യൻ പൊളിറ്റിയിൽ വേറെ ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് വെച്ചാൽ കുറച്ച് കോൺസെപ്റ്റിലായിട്ട് വയ്ക്കും. എന്താണ് ലിബറൽ ഐഡിയ, എന്താണ് ഇക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ സയൻസിൽ +1 പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ ഐഡിയാസ് ഒക്കെ കിട്ടും. ഇവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പൊളിറ്റിക്സ് എസെൻഷ്യൽ ഫീച്ചർ, ഫെഡറൽ ക്യാരക്ടറായിട്ട് തോന്നുന്ന ഇതിനകത്ത് ഏതായിരിക്കും? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. അതായത് ബേസിക്കലി കോസി ഫെഡറൽ സിസ്റ്റം എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉദ്ദേശിക്കുന്നത്. കോസി ഫെഡറൽ സിസ്റ്റം, അതായത് നമ്മൾ ഫെഡറേഷൻ പ്ലസ് യൂണിയൻ ആണ്, യൂണിയൻ ഫെഡറേഷൻ ചേർന്നതാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് കോസി ഫെഡറൽ. ഫെഡറൽ ആണെന്ന് വെച്ചാൽ ഫെഡറൽ ആണ്, അത് പറഞ്ഞത് ഫെഡറൽ ആണെന്ന് വെച്ചാൽ ഫെഡറൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല, അങ്ങനെ കോസി ഫെഡറൽ ആണ്. അതായത് യൂണിയൻ ഗവൺമെന്റ് ക്യാൻ ഏബിൾ ടു ഡിസ്ട്രോയ് ദി സ്റ്റേറ്റ്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 2 ലെവൽ ഓഫ് ഗവൺമെന്റ് നമുക്കുണ്ട്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അത് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. 3 ലിസ്റ്റ് ഇല്ലേ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതും ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമാണ്. ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇന്റഗ്രേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ജുഡീഷ്യറി നമുക്കുണ്ടെന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി വി ഹാവ്. സോ എന്താണ്, നമ്മളൊന്നും പേടിക്കണ്ട. കാരണം എന്താണ്, എന്ത് ലോ പാർലമെന്റ് പാസ്സാക്കിയാലും ദസ് എ ചെക്സ് ആൻഡ് ബാലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്സ് ആൻഡ് ബാലൻസ് ക്ലിയർലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിനകത്തോട്ട് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർലി അത് മാറിപ്പോയിക്കോളൂ. സോ അതാണ് ഇതിൻ്റെ ഒരു ഫെഡറൽ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇത് വരും. നമുക്ക് ജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ബ്രീഫ് ആയിട്ട് തരാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോഡിഫൈ. റിട്ടേൺ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കോഡിഫൈ ചെയ്ത് എല്ലാം കമ്പനി സ്ട്രക്ചർ ആയിട്ട് ബുക്കായിട്ട് വെച്ചിരിക്കുന്നത് റിട്ടേൺ. അൺറിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നോട്ട് കോഡിഫൈഡ്. Then type of constitution frame particular point of time specific data അത് ജസ്റ്റ് വായിച്ചാൽ മതി. കൺട്രി വെച്ചാൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം നമ്മൾ പറഞ്ഞില്ലേ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ബുക്കും കാര്യങ്ങളും കോഡിഫൈ ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ കിടപ്പില്ല, ഒറ്റമേ കൃത്യമായിട്ട്. അപ്പോൾ എന്താണ്, നമുക്ക് അങ്ങനെ കോഡിഫൈഡ് ആയതുകൊണ്ട് വി ക്യാൻ സേ വി ഹാവ് എൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. Then US of the America is considered the oldest written constitution. The democracy written constitution is preferred. ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് പറയും, ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അൺറിട്ടേൺ നിങ്ങൾ വായിക്കുക, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ജുഡീഷ്യറി ബന്ധപ്പെട്ടാണ് ചോദ്യം. എനി റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്യാൻ ബി കോൾ ബാക്ക് ടു സിറ്റ് ആക്ട് ആസ് എ സുപ്രീം കോർട്ട് ജഡ്ജ് ബൈ ചീഫ് ജസ്റ്റിസ് ഓൺ ദി പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. ശരിയാണ്. ഹൈക്കോർട്ട് ക്യാൻ ഹാസ് ദ റൈറ്റ് ടു റിവ്യൂസ് ഓൺ ജഡ്ജ്മെന്റ്, സുപ്രീം കോർട്ട് ഡസ് നോ. അപ്പോൾ ഓൺലി വൺ. അതായത് ഒരു സുപ്രീം കോർട്ടിലെ ജഡ്ജിനെ, റിട്ടയർഡ് ജഡ്ജാണെന്ന് വെച്ചോ, ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിനെ എന്ത് ചെയ്യാം, അന്നത്തെ അപ്പം ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, ജഡ്ജായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി വിളിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പല സമയം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഫോർ ദാൻ ഇപ്പം സാധാരണ കേസൊക്കെയാണ് 2 ജഡ്ജിമാർ കേൾക്കും, അതായത് ഡിവിഷൻ ബെഞ്ച് കേൾക്കാൻ പറ്റും.
അല്ലെങ്കിൽ ചില സമയത്ത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ കേസൊക്കെ വരുമ്പോൾ 9 ബെഞ്ചൊക്കെ കേൾക്കുമ്പോഴത്തെ അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രസിഡന്റ് അനുവാദത്തോടുകൂടി അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യും. അത് പ്രസിഡന്റ് അനുവാദത്തോട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടയർഡ് ജഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. യെസ് ഹി ക്യാൻ ഡു ബൈ ദി റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഇൻവിറ്റേഷൻ ഉണ്ട്, ഇൻവിറ്റേഷനിലൂടെ ചെയ്യാം. ഇനി ഇത് പറയുന്നത് വെച്ചാൽ ഹൈക്കോടതിന് ഒരിക്കലും റിവ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. അതായത് ഒരു ജഡ്ജ്മെന്റ് ഇട്ടു, ആ ജഡ്ജ്മെന്റ് ഇട്ട് റിവ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്ക്? സുപ്രീം കോടതിന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിന് മാത്രമാണ് ഒരു ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ. റിവ്യൂ പെറ്റീഷൻ കമ്മിങ് അണ്ടർ ആർട്ടിക്കിൾ 137. 137 എന്ത് ചെയ്യുന്നു? റിവ്യൂ, ഒരു ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാൻ സുപ്രീം കോടതി അധികാരമുണ്ട്. ഈ റിവ്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജഡ്ജ് പറയുകയാണ് നാളെ എന്ത് ചെയ്യാണ്, വേറെ തൂക്കിക്കൊല്ല് എന്ന് പറഞ്ഞു, ഡെത്ത് പെനാൽറ്റി കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ അത് ഒന്നും കൂടെ എന്ത് ചെയ്യാം? റിവ്യൂ ചെയ്യാം. അതാണ് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി റിവ്യൂ ചെയ്തിട്ട് പിന്നെ നമുക്ക് അവസാന ഘട്ടം എന്ന രീതിയിൽ അപ്പീൽ പോലെ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയും. ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ നമ്മൾ പഠിക്കും, ജുഡീഷ്യൽ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണെന്ന് ക്ലിയർലി ഞാൻ ക്ലാസ് എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ വന്ന റൂബ അശോക് വേഴ്സസ് അശോക് ഹുറ എന്ന് പറഞ്ഞ കേസിലാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കേസിലാണ് ഈ പറഞ്ഞ ക്യൂറേറ്റീവ് പെറ്റീഷൻ ആദ്യമായിട്ട് വരുന്നത്. അതായത് ക്യൂറേറ്റീവ് പെറ്റീഷൻ അവസാനമായിട്ട് ഈ ജഡ്ജ്മെന്റ് ചുമ്മാ നോക്കൂല, ഏതെങ്കിലും നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സമയത്ത് അല്ലെങ്കിൽ ഡിഫൻസ് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ വരുമ്പോൾ എ വരും. ഇനി എന്താണ് സ്റ്റേറ്റ്? നമ്മൾ പഠിച്ചതാണ്, നമ്മൾ എവിടെ പഠിച്ചതാണ്? ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആർട്ടിക്കിൾ 12 എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണുക ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ക്ലാസ് ക്ലിയർലി കണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഇതിന്റെ ആൻസർ വരുന്നത് എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനന്റ്ലി ഓക്യുപ്പൈങ് എ ഡെഫിനിറ്റ് ടെറിട്ടറി. പ്രത്യേക ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഒരു എക്സ്റ്റേണൽ കൺട്രോൾ ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ഉള്ള സ്ഥലത്തെയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐ തിങ്ക് മോൺവീഡിയോ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ ഉണ്ട്. ഈ കൺവെൻഷനിൽ അവർ പറയുന്നതെന്ന് പറയുന്നത് ഒരു പെർമനന്റ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം. ഇനി ആ സ്ഥലത്ത് ഒരു പ്രത്യേക ടെറിട്ടറി ഉണ്ടെന്ന് വെച്ചോ. പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ഒരു ടെറിട്ടറി ഉണ്ട്, അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, എന്ത് ചെയ്യുന്നു? ആ ഗവൺമെന്റിന് ഹാവ് ദ കപ്പാസിറ്റി ടു മേക്ക് റിലേഷൻസ്, മറ്റൊരു രാജ്യമായ റിലേഷൻ. ഈ 4 പോയിന്റ് ആലോചിച്ചോ. ഒരു പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും, ആ റിലേഷൻ കീപ്പ് ചെയ്യാനുള്ള അധികാരവും കാര്യങ്ങളും ആ ഒരു ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, പ്രത്യേക ടെറിട്ടറി ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ എന്ത് വിളിക്കാൻ പറ്റും? ഒരു സ്റ്റേറ്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കൺവെൻഷൻ സമയത്ത് പറയാം. ബേസിക്കലി അതിനെ ഇവിടെ ഐഡിയ എന്താണ്? പെർമനന്റ്ലി ഓക്യുപ്പൈഡ് ടെറിട്ടറി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾസ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റേറ്റ്. ഓക്കെ, ഇനി സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ച ചോദ്യമാണ്. അതായത് വി നോ ദാറ്റ് വി ഹാവ് ഓൺലി 1 സിറ്റിസൺഷിപ്പ് ആൻഡ് 1 ഡൊമിസൈൽ. ഇന്ത്യ ഫോളോസ് എന്താണ്? ഇന്ത്യ ഫോളോസ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിലുള്ളത്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് യുഎസിലുള്ള. ഇന്ത്യ എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിലുള്ളത്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഒന്നും ഇന്ത്യക്കില്ല. ഇന്ത്യ ഹാവ് എ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല, സിംഗിൾ. ഇപ്പോഴാണെങ്കിൽ സിംഗിൾ സിറ്റിസൺ എനിക്കുള്ളൂ. ഇനി എ സിറ്റിസൺ ബൈ ബർത്ത് ഒള്ളി. ഈ ഒള്ളി എക്സ്ട്രീം വാക്കുകൾ അങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ചില വാക്ക് ശരിയാവും, ചിലത് മിക്കതും തെറ്റാറുണ്ട്. 99% തെറ്റാണ്, ചിലത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞെങ്കിലേ ഉള്ളൂ. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അതായത് എന്താണ്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരാൾക്ക് പ്രസിഡന്റ് ആവണമെന്ന് വെച്ചോ. പ്രസിഡന്റ് ആവുന്നെങ്കിൽ എങ്ങനെയൊക്കെ ആവാം നമുക്ക്? ഒന്നെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ എന്ത് ചെയ്യാം? ഒരാൾക്ക് നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആയ ആൾക്ക് പ്രസിഡന്റ് ആവാനുള്ള അധികാരമുണ്ട്. ഇനി ബൈ ബർത്ത് ആവാം, പിന്നെ 3 ബൈ ഡിസെന്റ്. ഈ 3 കാരണങ്ങളാൽ മാത്രമാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആകാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒള്ളി ബർത്ത് മാത്രമല്ല, ബർത്ത് ഉണ്ട്, ഈ പറഞ്ഞ ഡിസെന്റ് ഉണ്ട്, ബൈ നാച്ചുറലൈസേഷൻ ഉണ്ട്. ഈ 3 രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ആവാം. ഫോറിനർ വൺസ് ഗ്രാൻഡഡ് സിറ്റിസൺ ഒരിക്കലും പറ്റൂല എന്ന് പറയാൻ പറ്റും. ഒരു ഫോറിനർ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവർ തെറ്റും ക്രൈമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോജിക്കലി ചിന്തിച്ചാൽ പോലും തെറ്റാണെന്ന് ലോജിക്കലി ചെയ്താൽ മനസ്സിലാവില്ല. ആൻസർ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. ആ ഫോറിനറുടെ കേസാണ്. ഒന്നെന്താണ്? സർട്ടിഫിക്കറ്റ് കള്ളത്തരമായിട്ടോ ഫോൾസ് റെപ്രസെന്റ് ചെയ്ത് ഞാനല്ല ഇത് വേറൊരാളാണെന്ന് ഇത് ഫോൾസ് റെപ്രസെന്റേഷൻ സർട്ടിഫിക്കറ്റും കാര്യം കൊടുത്താൽ എന്ത് ചെയ്യാം? എടുത്ത് കളയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ലോയ ആയ ഏതൊരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു റിമൂവ് ദ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റുള്ള അധികാരം ആർക്ക്? പാർലമെന്റിനാണ്. പാർലമെന്റ് എന്താണ്? അണ്ടർ ആർട്ടിക്കിൾ 11 കൃത്യമായിട്ട് പറയുന്നുണ്ട്. 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിളാണ് എന്താണ് ഈ സിറ്റിസൺഷിപ്പ് വരുന്നത്. സിറ്റിസൺഷിപ്പ് ഈസ് കമ്മിങ് അണ്ടർ ആർട്ടിക്കിൾ 5 to 11 അണ്ടർ പാർട്ട് 2 കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന്. 5 മുതൽ 11 വരെ വരും. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ലോയലാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ഡ്യൂറിങ് എനി വാർ വിച്ച് ആസ് ഇന്ത്യ എൻഗേജ്. ഇന്ത്യ വേറെ ഏതെങ്കിലും രാജ്യം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും രാജ്യമായിട്ട് വാറിലോട്ട് എന്തെങ്കിലും രീതിയിൽ നടക്കുന്ന സമയത്ത് ആ രാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, നമ്മുടെ രാജ്യദ്രോഹി എന്ന രീതിയിൽ പറയൂലേ, അതായത് ടെററിസം ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ചെയ്താലും എന്ത് ചെയ്യാം? ഫോറിനെ ഏതൊരാൾക്ക് എന്ത് ടെർമിനേറ്റ് അധികാരമുണ്ട്.
പിന്നെ രജിസ്ട്രേഷൻ സമയത്ത് ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ സമയത്ത് 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ എന്ത് ചെയ്യുക, 2 വർഷത്തേക്ക് ഏതെങ്കിലും ജയിലിലോ ഒരിടത്തും എന്തില്ല, ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. പിന്നെന്താണ്, ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ത്യയിൽ നിന്ന് ഒരു ഓർഡിനറി റെസിഡന്റ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് 5 വർഷത്തേക്ക് ഇന്ത്യയിൽ വരാതെ മാറി നിന്നിട്ട് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ പോകും. പക്ഷേ ഇത് എക്സെപ്ഷൻസ് എഡ്യൂക്കേഷൻ ഫോർ ദി സ്റ്റുഡൻസ്. ഏതെങ്കിലും സ്റ്റുഡൻസ് മാറി നിൽക്കുകയാണെങ്കിൽ അതിൽ എക്സെപ്ഷൻ കൊടുക്കും. പക്ഷേ വേറൊരാൾക്ക് എക്സെപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ദെൻ സിറ്റിസൺഷിപ്പ് ഏതൊക്കെ രീതി എടുക്കാം? സിറ്റിസൺഷിപ്പ് നമുക്ക് ബർത്തിലൂടെ എടുക്കാം. ബൈ ബർത്ത്, ബൈ രജിസ്ട്രേഷൻ, ബൈ ഡിസെന്റ്, ബൈ നാച്ചുറൽ. ഇതാണ് നാച്ചുറലൈസേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നാച്ചുറലൈസേഷൻ ഏതാ രീതിയാണ്? അത് ഓർഡിനറി റെസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ 12 years ആൻഡ് ഫുൾഫിൽസ് ഓൾ ക്വാളിഫിക്കേഷൻസ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് ബർത്ത്, ഡിസെന്റ്, രജിസ്ട്രേഷൻ, ഇതെന്താ നിങ്ങൾ ഈ പറഞ്ഞ സ്ലൈഡ് കിട്ടുമ്പോഴത്തേക്ക് എന്താ ജസ്റ്റ് ബേസിക്കലി ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇതിന്റെ ക്ലാസ്സും കാര്യങ്ങൾ തരുമ്പോൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ദെൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബെസ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ഇതേപോലെ ഓരോന്നും പഠിക്കും. ലിബർട്ടി, ഫെഡറൽ, നേരത്തെ ഫെഡറൽ ക്യാരക്ടർ പഠിച്ചില്ലേ. ഇപ്പോൾ ലിബർട്ടി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഏത് വാക്കാണെന്നുള്ളതാണ്. ഏത് ഫാക്ടറാണ് ലിബർട്ടിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സെൻട്രലൈസേഷൻ ആണോ? അല്ല. കമ്മിറ്റഡ് ജൂറിസ് നമുക്ക് ഇല്ല, അപ്പോൾ ഇത് തെറ്റാണ്. സെൻട്രലൈസേഷൻ ഒരിക്കലും ലിബർട്ടിയെ കുറിച്ച് പറയാം. ലിബർട്ടി മീൻസ് അതാണ് വിത്തൗട്ട് എനി ആർബിട്രറിനെസ് ആണ്, അത് വരൂല. ഇലക്ടഡ് ഗവൺമെന്റ്. ഇലക്ടഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ടഡ് ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ആണെങ്കിൽ ചൈന, കൊറിയ പോലുള്ള സ്ഥലങ്ങൾ എന്താണ് ഡെമോക്രാസി ഉണ്ടെന്നല്ലേ പറയുന്നത്. അവിടെ ഡെമോക്രസി ആണ് നടക്കുന്നത്. അല്ല, സ്റ്റിൽ ജസ്റ്റ് പേര് ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇലക്ടഡ് ഗവൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡെമോക്രസി അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിബറൽ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ നിർബന്ധമില്ല. അപ്പം ആൻസർ എന്ത് വരും? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയും. ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെക്സ് ആൻഡ് ബാലൻസ് ആണ്. There is a proper checks and balance in our system in the sense that there is a legislature, നിയമം ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭ. അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി there is an executive, നിയമമൊക്കെ ശരിയാണോ, അവർ നിയമം ഉണ്ടാക്കാൻ അതിനെ എക്സിക്യൂട്ട് ചെയ്ത നിയമം കറക്റ്റായിട്ട് വാലിഡ് ആണോ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ ജുഡീഷ്യറി കാര്യം നോക്കാൻ എക്സിക്യൂട്ടീവ് തിരിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ്? there is a proper checks and balance takes place. ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ക്ലിയർലി ചെക്സ് ആൻഡ് ബാലൻസ് ഉള്ളത് കൊണ്ട് അവിടെ ക്ലിയർലി ഒരു ലിമിറ്റഡ് ഗവൺമെന്റ് ആണ് എന്ന് പറയാൻ പറ്റും. ലിമിറ്റഡ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ പവേഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണ്. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ ജുഡീഷ്യറി ഉള്ളത്. ഗവൺമെന്റിന് എന്തും ചെയ്യാം, പാർലമെന്റ് എന്തും ചെയ്യാൻ അധികാരം എടുത്തുമില്ല. അത് ക്ലിയർലി ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. അതായത് ഈ പറഞ്ഞ DPSPയിൽ ക്ലിയർലി മെൻഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് DPSPയിലാണ്. ഇക്വാളിറ്റി ഇതിലൊന്നും അല്ല. എവിടെ വരും? DPSPക്കകത്താണ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ക്ലിയർലി മെൻഷൻസ് ഇൻ DPSP. അത് ഡയറക്റ്റ് പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇവിടെ വരും. പാർട്ട് 4 വരുന്നതാണ്. 36 മുതൽ 51 വരെ ആർട്ടിക്കിൾസ് വരുന്നതാണ് ഇത്. അതിൽ ഫോർ എക്സാമ്പിൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, പിന്നെ അല്ലാതെ ലിബറൽ പ്രിൻസിപ്പിൾസും ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് DPSP പഠിക്കാൻ പറ്റി ഞാൻ ക്ലിയർലി പറഞ്ഞത്. അത് കുറേ ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എങ്കിലേ നമുക്ക് യൂസ്. കാരണം ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഈ പറഞ്ഞ DPSPയിൽ തന്നെയാണ് വരുന്നത്. ഐ തിങ്ക് ആർട്ടിക്കിൾ 38 തൊട്ട് അങ്ങോട്ട് വരുമ്പോൾ അതിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ വരുന്നതാണ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. അത് ക്ലിയർലി പഠിക്കുക. 42nd അമെൻമെന്റ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് 42nd അമെൻമെന്റ് ആക്ട് അമെൻമെന്റും അതിൽ ചെയ്തിട്ടുണ്ട്. DPSP ക്ലിയർലി വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഇതിന്റെ ആൻസർ വരുമ്പോൾ B വരും. ഇനി നേരത്തെ പറഞ്ഞത് ഈസിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് എന്താണ്? ലിമിറ്റഡ് ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി, ഈസി ക്വസ്റ്റൻ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ് ചെയ്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു? റൈറ്റ് ടു പ്രോപ്പർട്ടി 44th അമെൻമെന്റ് ആക്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞിട്ട് 300A വെച്ചു അണ്ടർ പാർട്ട് 12. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്? അത് എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ്. ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ, ഏതൊരാൾക്കും ഉള്ളതാണ്. ഏതൊരാൾക്കും അവൈൽ ചെയ്യാൻ പറ്റുന്ന ലീഗൽ റൈറ്റ് ആണ്. ഇനി സിറ്റിസൺസിന് മാത്രം ഉള്ള റൈറ്റ് ഏതൊക്കെയാണെന്ന് അറിയാമോ? സിറ്റിസൺസിന് മാത്രമുള്ള ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. ഇത് അഞ്ചുമാണ് എന്ത് ചെയ്യുന്നത്? സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? എല്ലാവർക്കും അവൈലബിൾ. അതേപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ. ആലോചിക്കണം, എനി പേഴ്സൺ. ദെൻ ഭാരത് രത്ന, ഇതിന്റെ ക്ലാസ് ക്ലിയർലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണുക. ക്ലാസ്സിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ആലോചിക്കണം, നോട്ട് കറക്റ്റ് ഏതാണ്? ഭാരത് രത്ന, പത്മ അവാർഡ്സ് ടൈറ്റിൽസ് ആണ്. 18ന്റെ അണ്ടറിൽ വരുന്ന ടൈറ്റിൽസ് ആണ് ഭാരത് രത്ന, പത്മ അവാർഡ് അല്ല. കാരണം അവർ പറഞ്ഞിട്ട് എന്താണ്? പേരിനായിട്ട് സഫിക്സ് ആയിട്ടോ പ്രിഫിക്സ് ആയിട്ടോ നമ്മൾ എന്ത് പാടില്ല? ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. ഭാരത് രത്ന, പത്മ അവാർഡ്സ്. ഭാരത് രത്നയാണ് ഹയസ്റ്റ് അവാർഡാണ് ഭാരത് രത്ന. ഭാരത് രത്ന ഫോളോഡ് ബൈ പത്മ വിഭൂഷൺ,
ദെൻ പത്മഭൂഷൺ, ദെൻ പത്മശ്രീ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഐ ഡി. ഭാരതത്തിനാണ് ഹയസ്റ്റ്. ദെൻ രണ്ടാമത് തെറ്റാ. രണ്ടാമത് പത്മ അവാർഡ്സ് വെർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1954 കൊടുത്തു തുടങ്ങി. ഓക്കെ, പക്ഷെ ഒരു തവണ മാത്രമാണോ? അല്ല, ഐ തിങ്ക് 1970 ഏകദേശം 5 തവണ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇയർ നമുക്ക് നോക്കാം. ഏതാ 5 തവണ കൂടുതൽ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ only once അല്ല, അപ്പോൾ തെറ്റാണ്. കാരണം കോവിഡ് സമയത്തും ഉണ്ടായിരുന്നല്ലോ. ഇനി നമ്പർ ഓഫ് ഭാരത് രത്ന അവാർഡ്സ് റെസ്ട്രിക്റ്റഡ് മാക്സിമം ഓഫ് 5. ഈ മാക്സിമം ഓഫ് 5 അല്ല, മാക്സിമം ഓഫ് 3 ആണ്. 3 ഒരു വർഷം ഭാരത് രത്ന കൊടുക്കും. അതായത് നോക്കിയാൽ ഭാരത് രത്നയാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്, ഭാരത് രത്നയാണ്. ഇനി ഭാരത് രത്ന ആദ്യമായിട്ട് കിട്ടിയ ആരൊക്കെയാണ്? ചന്ദ്രശേഖർ വെങ്കടരാമൻ എന്നാണ്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇത്രയും വർഷം 78-ല്, 79-ല്, 1978-ല്, 1979-ല്, ദെൻ 97-ല്, 2020-ല്, 21. നോക്കി ഏതൊക്കെ വർഷമാണ്? ഒരു വർഷം മാത്രമാണോ ഇത് വന്നത്? അല്ല. ഒരു വർഷം മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ല, പലതവണ 78-ലും 79-ലും 97-ലും 20-ലും 21-ലും ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർ ദാൻ പലതവണ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ തെറ്റായി. ഇനി ഭാരതത്തിന് മാക്സിമം ഓഫ് 3 ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ദെൻ ആദ്യം ഭാരതത്തിന് കൊടുത്ത നോൺ ഇന്ത്യൻസ്, അതാണ് ഈ നോൺ ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യന് മാത്രമേ ഭാരതത്തിന് കൊടുക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ തെറ്റാണ്. നോൺ ഇന്ത്യൻസ് ഫോർ എക്സാമ്പിൾ മദർ തെരേസയെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറലൈസ് സിറ്റിസൺ ആണ്, കൺഫേർഡ് വിത്ത് ആക്ട് 1980-ല്. പിന്നെ ഖാൻ അബ്ദുൽ ഖാസർ ഖാൻ, നെൽസൺ മണ്ടേലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഭാരതത്തിനൊക്കെ. ദെൻ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോഴുള്ള എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 26/90/50. ഇത് ഡേറ്റ് ലിസ്റ്റ് ആണ്. 1950 ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത്. അതായത് 1949 November 26 എന്ത് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നു. അത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഡേറ്റ് ആണ് 1950. 1950-ക്ക് ഇന്ത്യയിൽ എന്ത് സ്റ്റേറ്റിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്? ഇന്ത്യ ഈസ് എ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. ഈ പറഞ്ഞ 1950-ക്ക് ശേഷം 1976-ലാണ് എന്ത് ചെയ്യുന്നത് 3 വാക്ക് ആഡ് ചെയ്യുന്നു. സെക്യുലർ, സോഷ്യലിസ്റ്റ്, ദെൻ ഇൻറ്റഗ്രിറ്റി അല്ലേ? അതായത് 1950 സമയത്ത് ഇന്ത്യയുടെ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു? സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. റിപ്പബ്ലിക്കും അല്ല, സെക്യുലർ എന്ന വാക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടും തെറ്റെന്നുള്ളത് മനസ്സിലാവും. 42nd അമെൻമെന്റ് ആക്ട് ഏത് അമെൻമെന്റ് ഉപയോഗിച്ചാണ് ചെയ്തത്? എല്ലാവർക്കും പറയുന്ന ഉത്തരവാണ് 42nd അമെൻമെന്റ് ആക്ട് 1976. ഈ ആക്ട് ഉപയോഗിച്ച് ഈ 3 വാക്കുകൾ ആഡ് ചെയ്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഇല്ലേ? അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് ഈസിയാണ്. അപ്പോൾ ആ സമയത്ത് പ്രിയാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇന്ത്യ ഈസ് എ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിനുശേഷം എന്ത് ചെയ്തു? ഇന്ത്യ ഈസ് എ സോവറൈൻ, ഈ സോവറൈൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇവിടെയാണ് എഴുതി ചേർത്തത്. ഇന്ത്യ ഈസ് എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈസി ക്വസ്റ്റൻ ആണ്, എല്ലാവരും ചെയ്യാന്നുള്ളതാണ്. സോ വി ഹാവ് ഡൺ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 2021 പാസ് ചെയ്തു. നമ്മൾ 21 ചെയ്തു, 22, 23, 24 4 years ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ഹാവ് കംപ്ലീറ്റഡ്. നമ്മൾ 2050 വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യും. കീപ്പ് ഓൺ ഇറ്റ്. ഞാൻ കൃത്യമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നോട്ട് പഠിക്കുക. ബേസിക്കലി നോട്ട് പഠിക്കുക. ഇതിൻ്റെ സ്ലൈഡും നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിയർലി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് നിങ്ങൾ ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നോട്ട്സ് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് നാളെ അത് ഉപകാരപ്പെടും. ഇന്നല്ലേ നാളെ ഉപകാരപ്പെടും നോട്ട്സ്. അത് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പലരോടും നോട്ട് മേക്കിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഉണ്ടാക്കണം. ചുമ്മാ ബുക്ക് എടുത്ത് വായിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല. ഒരു വർഷം കഴിഞ്ഞാൽ എക്സാം നടക്കണം. ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് അറൗണ്ട് മെയ് എക്സാം വിൽ കം. അപ്പോൾ നിങ്ങൾ കുറേ ബുക്ക് വായി വിളിച്ച് പഠിക്കുന്ന കാര്യം ഉണ്ടാക്കിയ നോട്ട് കൃത്യമായി പഠിക്കുക. അവനവൻ്റെ നോട്ടിൽ ട്രസ്റ്റ് ചെയ്യുക, പഠിക്കുക, അത് ചെയ്യുക. അതുകൊണ്ട് അത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നോട്ട് ഉണ്ടാക്കുക. നോട്ട് ഉണ്ടാക്കി നോട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എല്ലായിടത്തും പറയുമ്പോൾ പലവട്ടം ഞാൻ പറയാറുണ്ട് എന്താണ്, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ കോച്ചിങ് ഒത്തിരി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഞാൻ പഠിച്ചപ്പം ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു ബുദ്ധിമുട്ട് വേറെ ആർക്കും വരാൻ പാടില്ല. കാരണം ഞാൻ ഇപ്പോൾ കുറേ നോളജും കാര്യങ്ങളും നേടി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരികയാണ്. സോ ട്രൈ ടു ടേക്ക് ആൻ ഔട്ട്പുട്ട് ഫ്രം ദാറ്റ്. സോ എനിവേ again I'm telling you, if you like those initiatives, please subscribe to YouTube channel. Then ഇതിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ ടൈം.